ടോയ്ലറ്റിൽ മാത്രമാണ് ഇന്ന് ലോകത്ത് ക്യാമറകൾ ഇല്ലാത്ത CCTV ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം. അവിടെ മാത്രമേ ഉള്ളൂ മനസമാധാനത്തോടെ ഇരുന്ന് ആലോചിക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ ആളുകളുമായി സംസാരിക്കാൻ മടിയുള്ള ആളുകളാണ്. അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൗകര്യമായിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങളൊന്നും രക്ഷ നേടാൻ വേണ്ടി ടോയ്ലറ്റിൽ പോയി കുറെ അധികം സമയം ചെലവഴിക്കും. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്വഭാവക്കാരൊക്കെ ടോയ്ലറ്റ് ശാന്തമായ ഒരു കേന്ദ്രം പോലെയാണ് കാണുന്നതെന്ന് പറയുന്നത്. ഇപ്പൊ ബാത്റൂമിൽ എല്ലാവരും മിറർ വെക്കുകയും മിററിൽ തന്നെ നോക്കി കുറെ നേരം നിൽക്കുകയും നമ്മളെ തന്നെ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മളെ തന്നെ ആത്മരതി എന്നല്ല പറയുന്നത്. ബാത്റൂം സെൽഫീസ് ഉണ്ടല്ലോ, ബാത്റൂം സെൽഫീസ് അതൊരു വലിയൊരു പോയിന്റാണ്. ഈ പ്രതിഭാസത്തിന്റെ കാരണമായിട്ട് പറയുന്നത് ഒന്ന് സമ്മർദ്ദം ഒഴിവാക്കുക എന്നുള്ളതാണ്, പിന്നെ മറ്റൊന്ന് ആശങ്ക കുറയ്ക്കുക എന്നുള്ളതാണ്, പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മനുഷ്യരിന്ന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ടോയ്ലറ്റിലാണെന്നൊരു അപവാദം ഉണ്ട്. ക്രിയേറ്റിവിറ്റി കൂട്ടാനാണോ, അല്ലെങ്കിൽ നേരം പോക്കിനാണോ, അല്ലെങ്കിൽ ഇത് കോൺസ്റ്റിപ്പേഷൻ കാരണമാണോ? നല്ല ഗംഭീരമായിട്ടുള്ള ചോദ്യം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് പുതുതായ ചില വിവരങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. നമ്മൾ ക്യാമ്പ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ അഗസ്ത്യാർകൂടത്തിൽ പോവുക, ക്യാമ്പ് ചെയ്യുക, ഇടുക്കിയിലേക്ക് പോവുക, വയനാട്ടിലേക്ക്, നമ്മൾ കേരളത്തിലൊരു ക്യാമ്പ് എന്ന് പറയുന്ന അതാണല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു NCC ക്യാമ്പിൽ പങ്കെടുത്തു, ബൂട്ട് ക്യാമ്പ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പലതരത്തിലുള്ള ക്യാമ്പുകളാണ്. എന്നാൽ വളരെ വിചിത്രമായ ഒരു പുതിയ ക്യാമ്പ് ലോകത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേര് ടോയ്ലറ്റ് ക്യാമ്പ് എന്നാണ്. ടോയ്ലറ്റ് ക്യാമ്പിംഗ് എന്നും കേട്ടിട്ടുണ്ട്. ടോയ്ലറ്റ് ക്യാമ്പിംഗ് എന്നാണ് അതിന് ശരിയായുള്ള പ്രയോഗം. ടോയ്ലറ്റ് ക്യാമ്പിംഗ്. ഈ ടോയ്ലറ്റ് ക്യാമ്പിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ടോയ്ലറ്റിലൊക്കെ പോയിരിക്കുന്നത്, പണ്ടൊക്കെ ബാത്റൂം സിംഗറാണ് ഞാൻ, പാടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബാത്റൂം സിംഗറാണ് എന്ന് പറയും. അപ്പോൾ ബാത്റൂമിലെ വെള്ളമൊക്കെ നല്ല ശരീരത്തിൽ വീണിട്ട് നമ്മളിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഉറക്കെ പാടും. പുറത്തിറങ്ങിയാൽ നമ്മൾ പാടത്തില്ല. പലപ്പോഴും പലർക്കും കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പലർക്കും പല ഐഡിയാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട്. തിരക്കഥാകൃത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ബാത്റൂമിൽ വെച്ചിട്ടാണ് ഈ ഐഡിയ കിട്ടിയെന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ അവിടെ പോയി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് ബാത്റൂമിനെ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നവരുടെ എണ്ണം ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അത് ഭയങ്കര വിചിത്രവും കൗതുകകരവുമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ടോയ്ലറ്റ് ക്യാമ്പിംഗ് എന്ന് പറയുന്നതിന് ഞാനതിനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ടോയ്ലറ്റ് ക്യാമ്പിൻ്റെ സാമൂഹിക സാംസ്കാരിക അർത്ഥം പറയുന്നത് ഈ അവോയ്ഡൻസ്, അതായത് ഒരു ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ ഒഴിയുക എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് പലപ്പോഴും സ്കൂളിൽ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളൊക്കെ ആളുകളുമായി സംസാരിക്കാൻ മടിയുള്ള ആളുകളുണ്ടാകും. അവിടെ ചെല്ലുമ്പം കൂടുതൽ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകും. അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൗകര്യമായിട്ടുള്ള ഇത്തരം സാഹചര്യങ്ങളൊന്നും രക്ഷ നേടാൻ വേണ്ടി ടോയ്ലറ്റിൽ പോയി കുറെ അധികം സമയം ചെലവഴിക്കും. അതല്ലെങ്കിൽ അവർക്ക് ആ സമയം കഴിയുന്നവരെ ഒരാളവിടെ കണ്ടിട്ട് അയാൾ പോകുന്നവരെയോ അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും. മറ്റേ സ്കൂളിൽ കുട്ടികള് ടോയ്ലറ്റ് ബ്രേക്ക് എടുത്തിട്ട് പോയി, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പം ഈ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഓഫീസ് ബ്രേക്കിന്റെ സമയത്ത് ഈ സഹപ്രവർത്തകരോട് ചുറ്റുമുള്ള ആൾക്കാരോട് ചെറിയ സ്മോൾ ടോക്ക്, അങ്ങനത്തെ സ്മോൾ ടോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ടോയ്ലറ്റിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യത്ര. ഇത് വളരെ മൈക്രോ ലെവലിലുള്ള ഒരു കാര്യമാണ്. അപ്പം സ്ട്രെസ്സ്, ആശങ്ക ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്വഭാവക്കാരൊക്കെ ടോയ്ലറ്റ് ശാന്തമായ ഒരു കേന്ദ്രം പോലെയാണ് കാണുന്നതെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു ഇടമാണ് ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. വേറെ ആരുടെ ഒരു ഇന്റർഫിയറൻസ് ഇല്ലാതെ കുറച്ച് നേരം. അതിനൊരു കാരണം എന്താ അറിയോ അനുപമ, ജുബിൻ? ടോയ്ലറ്റിൽ മാത്രമാണ് ഇന്ന് ലോകത്ത് ക്യാമറകൾ ഇല്ലാത്ത, CCTV ഇല്ലാത്ത ഒരു സ്ഥലവും. അത്രയ്ക്കും സ്വകാര്യമായ ഇടമാണ്. അതിന് നമുക്ക് അവിടെ അത് എന്താ പറയുക, നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 100% പുറത്തുകൂടെ ജനലിൽ കൂടെ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് വേറെ ക്രൈമാണ്. ഞാൻ അതിനെക്കുറിച്ച് അല്ല പറയുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ സ്വസ്ഥവും ശാന്തവുമായിട്ട് നമുക്കിരിക്കാൻ മനസമാധാനത്തോടെ ഇരുന്ന് ആലോചിക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ എപ്പോഴും ചോദിക്കും, ഈ കൂടുതൽ ഇവനെന്തിനാണ് ഇത്രയും സമയം ഈ ടോയ്ലറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് സമയം കളയുന്നത്? അപ്പോൾ അതിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഈ പണ്ട് പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുണ്ട് ടോയ്ലറ്റിൽ കൂടുതൽ സമയം ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പല ആലോചനകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്ക്
ഈ പൈൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം പക്ഷേ അത് ഇപ്പോഴും ഉണ്ടാവാം ഒരു പക്ഷേ. ഇപ്പോൾ ആളുകളൊക്കെ പക്ഷേ അതിനെക്കുറിച്ച് അവയർനെസ് ആണ്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഈ ചുറ്റുമുള്ള വലിയ ശബ്ദങ്ങളും പ്രഷറും ഡേ ടു ഡേ ലൈഫിലുള്ള ഈ മീറ്റിംഗ് ആങ്സൈറ്റികളിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച സ്ഥലമായിട്ട് അവിടെ തിരഞ്ഞെടുക്കാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ സേഫ്റ്റി ഒരു സ്ഥലം കൂടിയാണെന്നാണ്. അപ്പം നമ്മൾ നോക്കുമ്പം ഇത് ഒരു തരം പിന്നെ നിശബ്ദമായ പ്രതിഷേധവും കൂടിയാണെന്നാണ് പറയുന്നത്. അതായത് ചുറ്റുമുള്ള ഈ കാര്യങ്ങളോടുള്ള അവരുടെ ഒരു നിശബ്ദമായി എനിക്ക് സ്വന്തമായി ഒരു ഇടമുണ്ട്, അവിടെ ഒന്നും ആരും ചോദിക്കാനൊന്നുമില്ല, അവിടെ വന്നിട്ട് എന്താ പറയാൻ പറ്റില്ല. അല്ല, പക്ഷെ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ക്ലോസറ്റ്സും മൊബൈലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അത് നമ്മുടെ സൊസൈറ്റിയിൽ ആ ഒരു കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് നമുക്ക് ക്യാമറകൾ ഉണ്ടായിരുന്നു, പോകുന്ന വഴിയിൽ മുഴുവൻ ക്യാമറ ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നത്? ടെക്നോളജി കൂടുന്തോറും ആൾക്കാർ പിൻവാങ്ങുന്ന പോലെയല്ലേ ഇതിന്റെ? അല്ല, ടെക്നോളജിയെ ഈ എന്നെ നിരീക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ മൊബൈൽ പോലും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ ക്യാമറ ഓപ്ഷൻ ഓഫ് ചെയ്തില്ലെങ്കിൽ ആ ക്യാമറ നമ്മളെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതടക്കം നമ്മളെല്ലാം നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും നിരീക്ഷിക്കാത്തൊരു ഇടമാണത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊരു സുരക്ഷിതമായിട്ടുള്ള ഇടമാണ്. പക്ഷെ മൊബൈലും കൊണ്ട് ഇപ്പോൾ ബാത്റൂമിൽ പോകുന്നത് പ്രശ്നമല്ലേ? നിരീക്ഷിക്കല്ലേ ഇവൻ? അല്ല, അതുണ്ട്. അത് സാങ്കേതികമായി അങ്ങനെ ഉണ്ട്. സാങ്കേതികമായി ഉണ്ടെങ്കിൽ അതിന് ആ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടാൽ മതി. അത് നമ്മൾ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഓഫ് ചെയ്ത് എത്ര പേര് അത് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. അത് ഓഫ് ചെയ്തിട്ടാൽ മതി. ഇപ്പം സ്കൂളുകളും ഫാക്ടറികളും ട്രെയിനിങ് ക്യാമ്പുകൾ പോലുള്ള സ്ഥലങ്ങളിൽ അതിന് കർശനമായിട്ട് അവിടുത്തെ നിയമങ്ങൾ പാലിക്കേണ്ട ഇടങ്ങളിലൊക്കെ ടോയ്ലറ്റ് ചെലവഴിക്കുന്നത് ഒരു അത്ര നിയമപരമായിട്ട് അത്ര അനുവദിക്കുന്നില്ല. കൂടുതൽ സമയം ടോയ്ലറ്റ് ടൈമിംഗ് ഉണ്ട്, അതും അനുവദിക്കില്ല. പക്ഷെ അവിടെയും അവർക്ക് അതിന് സ്ട്രെസ് ഉണ്ട്. അവരെ കൂടുതൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ഒരു സ്ട്രെസ് ഉണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ടോയ്ലറ്റ് ക്യാമ്പിംഗ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ ഒരു പതിപ്പാണ്, ഒരു സൃഷ്ടിയാണ്. അതിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഇത് ആർക്കിടെക്ട്സുകളും ഈ പറഞ്ഞ ടോയ്ലറ്റിൽ ഫാൻ ഉപയോഗിക്കാൻ ഫാൻ പിടിപ്പിക്കുന്ന സെറ്റപ്പിലേക്ക് വന്നിട്ടുമുണ്ട് ടോയ്ലറ്റിൽ തന്നെ. അപ്പം അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ട്. അവിടെ ഇപ്പം പണ്ട് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഒരു കമ്പനിയുടെ ആഡ് ഉണ്ട്, ദർ ഇസ് നോ ബാത്റൂംസ്, ദർ വിൽ ബി ഗ്ലാം റൂംസ്. ഗ്ലാമർ റൂം എന്നാണ് ശരിയായ പ്രയോഗം. ഗ്ലാമർ റൂംസായി മാറുന്നു. അപ്പോൾ ടോയ്ലറ്റ് വരെ ആ ഒരു നമ്മുടെ ഒരു ചിന്തിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് മാറുമെന്നൊരു തോട്ട് പണ്ട് മുതലേ ഉണ്ടെന്നൊരു സംഭവം കൂടി ഇല്ല. അല്ല, ഒരു വീട് നമ്മൾ ചെന്നാൽ അത്യാവശ്യം തിരക്കില്ലാത്തൊരു വീടാണെങ്കിൽ അവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം അവിടുത്തെ ടോയ്ലറ്റ് ആയിരിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് അതിനൊരു കാരണത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ ഗ്ലാമർ റൂം എന്ന് പറയുന്ന അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇന്നെല്ലാവർക്കും മൊബൈൽ ഫോൺ കൈവശമുള്ളതിനാൽ ടോയ്ലറ്റ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനോ ഫോണിൽ മെസ്സേജ് അയക്കാനുള്ള ഒരു സ്വകാര്യ സ്ഥലമായിട്ട് സൗകര്യമുള്ള സ്ഥലമായിട്ടും മാറിയെന്നാണ്. ഗെയിമിങ് അതൊക്കെ ഉണ്ട്. അപ്പം പലരും തമാശയായിട്ട് പറയും ടോയ്ലറ്റിൽ പോയാൽ 5 മിനിറ്റ് കാര്യമല്ല, ഒരു 20 മിനിറ്റ് എങ്കിലും 10 മിനിറ്റ് എടുക്കുമെന്ന് പറയും. 1-2 മിനിറ്റിൻ്റെ കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ കുറച്ച് സമയം എടുക്കും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ കേട്ടോ എന്ന് പറയും. എൻ്റെ ഒരു സുഹൃത്ത് ടോയ്ലറ്റിൽ പോയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പെട്ടെന്ന് വന്ന് ഇറങ്ങുന്ന ഒരാളാണ്. അയാൾ പതുക്കെ പലപ്പോഴായിട്ട് പല സമയങ്ങളിൽ ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരാളായിട്ട് മാറി. ഒരു ദിവസം അദ്ദേഹത്തെ പോയിട്ട് അകാരണമായിട്ട് കണ്ടില്ല, ആരും അന്വേഷിച്ചൊന്നുമില്ല, അത് വരുമായിരിക്കും എന്ന് വിചാരിച്ചു. കുറേ സമയം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പം തട്ടി നോക്കുമ്പോൾ അനക്കമില്ല. അപ്പോൾ അദ്ദേഹം അകത്ത് മരിച്ചിരുന്നു. അപ്പം കോവിഡിന് ശേഷമുള്ള ഒരു പ്രോസസ്സിങഗ് പോലെയാണ് പലരും കണക്കാക്കുന്നത്. ഹാർട്ട് ഫെയിലിയറാണ് അദ്ദേഹത്തിനുണ്ടായത്. പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് ഈ ടോയ്ലറ്റിൽ കയറുമ്പോൾ ഫുൾ കുറ്റിയിടരുത് എപ്പോഴും പറയും. അതൊരു സെക്യൂരിറ്റിക്ക് തന്നെ മുഴുവൻ ഭയങ്കര ടൈറ്റ് ചെയ്തിട്ട് അടച്ചിട്ട് ഇതിൻ്റെ അകത്ത് ആരും കയറരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, സെക്യൂരിറ്റിയുടെ പ്രശ്നം അത്. ആരെങ്കിലും തള്ളി തുറന്ന് കയറിയാലോ കുറ്റിയിടാതിരിക്കണം എന്നല്ല, പക്ഷെ അതൊന്ന് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും നമ്മളൊന്ന് കാല് വഴുകി വീഴുകയോ പ്രായമുള്ളവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അപകടം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് അത് തള്ളിയാണ് അമർത്തി തള്ളിയാൽ ഈസി ആയിട്ട് ടോയ്ലറ്റിൽ കയറാൻ പറ്റില്ലേ? ഇപ്പോഴത്തെ ഡോറൊക്കെ ഫ്ലഷ് ഡോസ് അല്ലേ, അത് പോസിബിൾ അല്ല. അമർത്തി തള്ളിയാലൊക്കെ പൊളിയാനും വേണ്ട. അല്ല, അത് പക്ഷേ ചെറിയ തോതിൽ
ഞാൻ പറയുന്നത് മിക്കവാറും ഡോറുകളൊക്കെ സാധാരണ സാക്ഷി ഇടുന്ന ഡോറുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി പ്രസ് ചെയ്തോ ചവിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അത് തുറന്നു പോകും, ഉറപ്പായിട്ടും തുറന്നു പോകും. പിന്നെ ഈ സൗകര്യങ്ങൾ കൂടുന്ന അനുസരിച്ചിട്ടാണ് ഈ ആൾക്കാരുടെ ഒരു സ്പെൻഡിങ് ടൈം. കാരണം സാധാരണ ഒരു കുടുംബത്തിൽ ഒരാൾ കുളി കഴിഞ്ഞാൽ അടുത്ത ആൾ കയറണം, ഒരു 5-6 പേർക്ക് രാവിലെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും പോസിബിൾ അല്ലല്ലോ. ഇപ്പൊ എല്ലാം അറ്റാച്ച്ഡ് അതാ കുറച്ച് സൗകര്യം കൂടുന്തോറുമാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. വീടുകളിലേക്ക് പോയാലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ടോയ്ലറ്റ് ക്യാമ്പിംഗ് വീടുകളിലൊക്കെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും വീടുകളിൽ സ്വകാര്യതയുടെ ഇടം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ ഏക ഇടം എന്ന് പറയുന്നത് മിക്കവാറും അവിടെ തന്നെയാണ്. ഭാര്യയും ഭർത്താവും വഴക്കിട്ടാലും എങ്ങനെയായാലും അവിടെ പോയിരുന്നാൽ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ സമൂഹം വെച്ച് നോക്കുകയാണെങ്കിൽ ആളുകൾ ഒരുപാടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ന്യൂസിലൻഡിലോ അയർലൻഡിലോ അല്ല മറ്റേതെങ്കിലും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ രാജ്യത്ത് വല്ലപ്പോഴും ഒരാളെ കാണുന്ന പോലെ അല്ല ഇവിടെ ചുറ്റും നോക്കിയാൽ നിറയെ ആളുകളുണ്ട്. അപ്പോൾ എവിടെ പോയാലും ഒരു സ്വകാര്യമായിട്ടൊരു ഇടം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലോകത്തിരിക്കാം, ആരും എന്നെ ശ്രദ്ധിക്കാത്ത ഒരു ഇടം ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം തന്നെയല്ലേ. അപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാമർ റൂംസ് എന്ന് പറയുന്ന ഒരു സാധനം വന്നത് തന്നെ ഈ ഫാഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, അവർക്ക് അണിഞ്ഞൊരുങ്ങാനും അവർക്ക് പിന്നെ ഈ മേക്കപ്പ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടി വേണ്ടിയിട്ട് കുറേയും കൂടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ ബാത്റൂമിൽ നല്ല മിററൊക്കെ വെക്കുകയും ആ മിറർ പതുക്കെ അതിങ്ങനെ കയറി അതൊരു വലിയൊരു ഇടമായിട്ട് മാറി. ഇപ്പം നമുക്കത് കണ്ടാലറിയാം, അടിപൊളി ബാത്റൂമാണ്. ബാത്റൂമിന് തന്നെ ഒരു എന്താ പറയുക, മറ്റൊരു കിടക്കാൻ പറ്റുന്ന പോലത്തെ ബാത്റൂം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അത് ഓർക്കണം, ഈ സ്വകാര്യ ഇടത്തിന് വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ അത് നല്ലൊരു ഇടമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക ശരിക്കും അല്ലേ. ഈ പറഞ്ഞ പോലെ ഈ ടബുകളുടെ ഒരു കടന്നു വരവോടുകൂടി അത് അവിടെ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യാൻ, കുറച്ച് സുഖമായി കിടക്കാൻ പറ്റുന്ന ഒരു ഇടമായി കൂടെ ടോയ്ലറ്റുകൾ മാറുന്നുണ്ട്. അതുകൊണ്ട് കിടക്കാനുള്ള സ്ഥലം മലയാളിയുടെ മാറിയ കാലത്തെ സേഫ് സോൺ എന്ന് വേണമെങ്കിൽ പറയാം, ലോകത്തിന്റെ മാറിയ കാലത്തെ സേഫ് സോൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെ ഒരു അനുകരണമല്ലേ വെസ്റ്റേൺ? കാരണം അവർ ടബിൽ കിടന്ന പുസ്തകം വായിക്കുന്നൊക്കെ നമ്മൾ പല സിനിമകളിലൊക്കെ ആയിട്ട് വെസ്റ്റേൺ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത് ഇവിടേക്ക് ആൾക്കാർ അത് പകർത്തല്ലേ? പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ അനുകരണത്തിന്റെ പ്രശ്നമില്ല. ഇത് വെസ്റ്റേണിൽ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് വന്നത് നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. നമുക്കിപ്പോൾ ഇത് സ്വകാര്യമായിട്ട് എൻ്റെ ലോകത്തിലേക്ക് പോകാനുള്ള ഒരു സേഫ് സോൺ ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു ഇടം. അങ്ങനെ ഓരോരുത്തരും കണ്ടെത്തും. ഇപ്പോൾ ഞാനും അനുപമയും ജുബിനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ സ്വകാര്യ ഇടത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്ക് കാണുന്നുണ്ട്, ഉറപ്പായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സേഫ് സോൺ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പിന്നെ ഞാൻ വേറെ ഈ സ്കൂളിലൊക്കെ ഇത് അനുവദിക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ കുട്ടികളൊക്കെ വലിയ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഈ ഇഷ്യൂവിൽ. ജപ്പാനിലൊരു പ്രത്യേകതയുണ്ട്. ജപ്പാനിലെ പിന്നെ ടോയ്ലറ്റുകൾ, ഇപ്പോൾ മോഡേൺ ടോയ്ലറ്റുകൾ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ, ഇപ്പോൾ എൻ്റെ ഒരു വലിയൊരു യാത്രക്കാരനായിട്ടുള്ള ഒരു സുഹൃത്ത് ജപ്പാനിലെ അനുഭവങ്ങൾ പറയുകയാണ്. പുറത്തുനിന്ന് നോക്കിയാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ളിൽ കാണാം, ഗ്ലാസിൻ്റെ ഡോറാണ്, ഉള്ളിൽ കാണാം. പക്ഷേ അതിൻ്റെ രസം എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നമുക്ക് പുറത്തുള്ള എല്ലാം കാണാം. അങ്ങനെ മനസ്സിലായില്ലേ? അപ്പോൾ അവരതിന്റെ സെക്യൂരിറ്റി ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാത്റൂമിന്റെ ഉള്ളിൽ അമ്യൂണിറ്റീസ് കൂടുന്നത് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാരണമല്ലേ. ഇപ്പൊ പണ്ട് നമ്മൾ പറയുന്ന ബാത്റൂമിൽ ഒരിക്കലും മിറർ വെച്ചുകൂടാ, നമ്മളെ കണ്ടുകൂടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സംസ്കാരം നമ്മൾ വളർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബാത്റൂമിൽ എല്ലാവരും മിറർ വെക്കുകയും മിററിൽ തന്നെ നോക്കി കുറെ നേരം നിൽക്കുകയും ഇതൊക്കെ ഒരു ഭാഗം നമ്മുടെ സ്വകാര്യ കാഴ്ചകളാണ്. നമ്മളെ തന്നെ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, നമ്മളെ തന്നെ ആത്മരതി എന്നല്ല അതിന് പറയുന്നത്. അതൊരു നാർസിസത്തിന്റെ ഭാഗമാണ്. നമ്മളെ തന്നെ നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു, നമ്മുടെ രൂപം കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന ഒരു വലിയ വ്യത്യാസം അതാണ്. അല്ലാതെ സെൽഫി എടുക്കുന്ന ആളുകളുടെ നമ്മളൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ബാത്റൂം സെൽഫീസ് ഉണ്ടല്ലോ, ബാത്റൂം സെൽഫീസ്. അതൊരു വലിയൊരു പോയിന്റാണ്. അത് ഈ ഗ്ലാമർ റൂംസ് ആയി മാറിയതിനു ശേഷം ബാത്റൂം സെൽഫി വല്ലാതെ കൂടിയിട്ടുണ്ട്. നമ്മൾ തന്നെ പോയിട്ട് നമ്മൾ തന്നെ സെൽഫി ബാത്റൂമിൽ നിന്നുകൊണ്ട് എടുക്കാം, ഗ്ലാസിന്റെ അപ്പുറത്ത് നിന്നുണ്ട്. പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മിറർ സെൽഫി. അതെ, മിറർ സെൽഫി. കാരണം റിസോർട്ടിലും ഹോട്ടലിലൊക്കെ നമ്മൾ പോയി സ്റ്റേ ചെയ്യുമ്പോൾ നല്ല ബാത്റൂമിലല്ലേ എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാരണമായിട്ട്, മനഃശാസ്ത്രപരമായിട്ടുള്ള ഈ പ്രതിഭാസത്തിന്റെ കാരണമായിട്ട് പറയുന്നത് ഒന്ന് സമ്മർദ്ദം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ചുറ്റുപാടുള്ള ആളുകളുടെ ഇടയിൽ നിന്നും സമ്മർദ്ദം ഒഴിവാക്കിക്കൊണ്ട് എൻ്റെ സ്വകാര്യ ഇടങ്ങളിലേക്ക് എനിക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ആശങ്ക കുറയ്ക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊരു റിലീഫായിട്ട് അതിനെ കാണുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ നടത്താനുള്ള ഒരു ഇടം, സെർച്ചിങ്, നമ്മുടെ ഓൺ കാര്യങ്ങൾക്ക് വേണ്ടി സെർച്ചിങ് നടത്താനുള്ള ഒരു സമയമായിട്ട് അതിനെ മാറ്റുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഡിജിറ്റൽ രംഗത്തുള്ള നമ്മളെ ഒരു ആശ്രിതത്വമാണ്. അതിലേക്ക് നമ്മൾ എത്തപ്പെട്ട് നമ്മൾ അതിനെ ആശ്രയിച്ചിട്ട് പോകുന്നതിൻ്റെ
പാർട്ടായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. അതിൽ കൂടുതൽ നമ്മൾ ആ ലോകത്താണല്ലോ നമ്മൾ കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗ്ലാമർ റൂംസിനെ കുറിച്ച് പറഞ്ഞു. ബാത്റൂം ഗ്ലാമറും റൂംസും കൂടെ ചേർന്നിട്ടാണ് ആ വാക്കുണ്ടായത്. ഈ ഗ്ലാമർ റൂംസ് മാറിയിട്ട് ഇപ്പോൾ പരിണമിച്ചിട്ട് അതൊരു പല മാളുകളിലൊക്കെ നമ്മൾ പോയാൽ കാണാം. ഇപ്പൊ പബ്ലിക് ഇടങ്ങളിലൊക്കെ ഇതേപോലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഈ ടോയ്ലറ്റുകൾ, ഈ വാഷ്റൂംസ് ഒക്കെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അതൊരു സ്റ്റുഡിയോ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് സ്റ്റുഡിയോ പോലെയാണ് മാറിയിട്ടുണ്ട്. അത്രയും സൗകര്യങ്ങളുണ്ട് ശരിക്കും അതിനകത്ത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ മാറിയിരിക്കുന്നു. അവിടെ പബ്ലിക്കായിട്ട് ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഇപ്പം ആളുകൾ ശുചിമുറിയെ ഒരു ബാത്റൂമിനെ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിനെ ആളുകൾ ഇപ്പോൾ ശുചിമുറിയായി മാത്രം കാണുന്നില്ല എന്നിടത്താണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു സെൽഫി സ്റ്റുഡിയോ, അതല്ലെങ്കിൽ ഒരു മേക്കപ്പ് റൂം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സ്പേസ് ഒക്കെ ആയിട്ട് അത് മാറിയിരിക്കുന്നു എന്നാണ് ഈ പറയാം. വെസ്റ്റേൺ ചില ഹോട്ടൽസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമിനോട് ചേർന്ന് തന്നെ അവരുടെ ഡ്രസ്സ് വാർഡ്രോബ് സൂക്ഷിക്കുന്ന ഡ്രസ്സ് ചെയ്ത് കുളിച്ച് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്ത് കുറച്ചുകൂടി പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുക എന്നൊരു കൺസെപ്റ്റ് കൂടെ ഡെവലപ്പ് വീടുകളിലൊക്കെ ഉണ്ടല്ലോ. അത് നമ്മുടെ വലിയ വീടുകളിലൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടല്ലേ ആ ഒരു സ്പേസും കൂടെ വെച്ചിട്ട് അതിലേക്ക് കൂടെ മലയാളി മാറിയിട്ടുണ്ട്. അതായത് ബാത്റൂമിനകത്ത് തന്നെ ഒരു സ്പേസ്, അതായത് ബാത്റൂം ഷവറിന്റെ സ്പേസ് ചേർന്നിട്ട് ഒരു ഗ്ലാസ് ഏരിയ, ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കും. അവിടെ ഡ്രസ്സ്, അത്യാവശ്യത്തിലുള്ള ഡ്രസ്സ് വെച്ചിരിക്കും. നമ്മൾ ഈ അവിടെ തന്നെ ഒരുങ്ങി ഇറങ്ങുക, അവിടെ തന്നെ ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മളെ വിഷയം. കുറച്ചുകൂടെ എക്സ്പാൻഷനോട് കൂടി പോകുന്ന ഒരു സാധനമാണ് അത് അങ്ങനെയുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ ചിത്രങ്ങൾ ഇനി മാറി മാറി വരുമെന്നാണ് തോന്നുന്നത്. ഈ സൗകര്യങ്ങൾ നമുക്കിങ്ങനെ സ്വകാര്യമായിട്ട് ആരും കടന്നു വരാത്ത ഒരു സ്വകാര്യ ഇടം, ക്യാമറ പോലും ഇല്ലാത്ത, ഒളി ക്യാമറകളില്ലാത്ത, മറ്റു ക്യാമറകളില്ലാത്ത, 100% നമുക്ക് സേഫായി ഇരിക്കാം ഒരു പരിധിവരെ പറ്റുന്ന ഉറപ്പുള്ള ലോകത്തിലെ ഏറ്റവും ഒരേ ഒരു ഇടം. ഈ ഇടത്തിനെ നമ്മൾ കുറച്ചുകൂടെ സുന്ദരവും കുറച്ചുകൂടെ ഭംഗിയുള്ളതും കുറച്ചുകൂടെ ഗ്രാൻഡുമായിട്ട് നമ്മൾ മാറ്റുന്നതിൽ വലിയ തെറ്റൊന്നും പറയാനില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ അധികം ഒരുപാട് സമയം അങ്ങനെ ചെലവഴിക്കുന്നത്, കണ്ടമാനം സമയം ചെലവഴിക്കുന്നതും ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ആവശ്യത്തിന് പോസിറ്റീവായിട്ട് അതിനെ എടുക്കണം, ആവശ്യത്തിന് ഉപയോഗിക്കണം, അനാവശ്യത്തിന് ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഒരുപക്ഷെ അവിടെ ഒരു ബോർഡ് ഭാവിയിൽ പ്രത്യക്ഷപ്പെടാം, ഡു നോട്ട് ഡിസ്റ്റർബ് എന്നോ അല്ലെങ്കിൽ അകത്ത് ആളുണ്ടെന്ന് പറയുന്നതിന് പകരം ഇയാൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആലോചനയിലാണെന്നോ അല്ലെങ്കിൽ പിന്നെ ടോയ്ലറ്റ് ക്യാമ്പിങ്ങിലാണെന്നോ